ഈശ്വരൻ്റെ അനുഗ്രഹം നേടിയെടുക്കുക എന്നതിന് മന്ത്രങ്ങൾ പഠിക്കണമെന്നോ ധ്യാനം, യോഗ ഇവ പരിശീലിക്കണമെന്നോ എവിടെയും നിയമാവലിയും ഇല്ല, ദൈവം നിഷ്കർഷിച്ചിട്ടുമില്ല. ചുറ്റുവട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ മനസ്സ് പരിശുദ്ധമായതെങ്കിൽ, നമുക്ക് ഈശ്വരനിൽ ഉള്ളഴിഞ്ഞുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, ഈശ്വരനെ മനസ്സാ ചിന്തിക്കുന്നുവെങ്കിൽ, നമുക്ക് അറിയാം വിധം സ്നേഹത്തോടെ ഈശ്വരനെ ആരാധിക്കുന്നുവെങ്കിൽ, ഈശ്വരന് നാമും പ്രിയപ്പെട്ടവർ തന്നെ. ഈ പ്രപഞ്ചം, സർവ്വലോകങ്ങൾ, സർവ്വചരാചരങ്ങൾ ഇവയെല്ലാം സൃഷ്ടിച്ച ഈശ്വരന് നമ്മുടെ മനോഗതിയും തിരിച്ചറിയാം. നമ്മുടെ മനസ്സിലെ ഈശ്വരസ്നേഹം തിരിച്ചറിയുന്ന ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഏത് ഭാഷയിൽ, ഏത് രൂപത്തിൽ, ഏത് വിധത്തിൽ നിങ്ങൾ ഈശ്വരനെ ആരാധിച്ചാലും ആ പ്രാർത്ഥന ഈശ്വരൻ കൈക്കൊള്ളും എന്ന് ഉറപ്പ് തന്നെ. മന്ത്രങ്ങളുടെ തീവ്രതയല്ല ഈശ്വരനോട് അടുക്കാനുള്ള മാനദണ്ഡം, മറിച്ച് നിങ്ങൾ എത്ര തീവ്രമായി ഈശ്വരനെ സ്നേഹിക്കുന്നു, ആ തത്ത്വങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതാണ്. നാം പഠിച്ച പല പുരാണ കഥകളിലും ഇത് വ്യക്തമാവുന്നുമുണ്ട്. ഈശ്വരനിലേക്കുള്ള നിയമാവലി നാം ആണ് സൃഷ്ടിച്ചത്, അല്ലാതെ ഈശ്വരൻ അല്ല. ഒരു മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിക്കാതെ സ്വയം അറിയുന്ന പോലെ ഈശ്വരപൂജ ചെയ്യുന്നവർ ഈ ലോകത്ത് എത്രയോ പേരുണ്ട്. അവരിൽ പലരും ഈശ്വര ദർശനം നേടിയവരുമാണ്. ഈശ്വരന് ജാതി, മതം ഒന്നും ഇല്ല. എല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികൾ തന്നെ. നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് എപ്പോഴും പരിശുദ്ധമായി വയ്ക്കുക, സത്യധർമ്മങ്ങൾ പാലിക്കുക, ഈശ്വരനെ ഉള്ളൊഴിഞ്ഞ് വിശ്വസിക്കുക, ഈശ്വരനെ എപ്പോഴും സ്മരിക്കുക. ഇവയെല്ലാം പിന്തുടർന്ന് ഈശ്വരപാതയിൽ ജീവിക്കുന്ന നമ്മെ ഈശ്വരൻ ഒരിക്കലും കൈവിടുകയില്ല. വിശ്വാസി എന്ന ഭാവം അല്ല ഒരുവനിൽ വരേണ്ടത്, തികഞ്ഞ വിശ്വാസമാണ്. അതാണ് ഈശ്വരനോട് അടുക്കാനുള്ള ഏകമന്ത്രം. ഹൃദയം നിരുപാധികം ഭഗവാനിൽ കീഴടങ്ങുമ്പോൾ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ ഉത്തരവാദിത്വം ഭഗവാന്റെ ഉത്തരവാദിത്വം ആയി മാറുന്നു. യഥാർത്ഥ ഭക്തി എന്നത് ഭഗവാനിൽ സർവസ്വവും സമർപ്പിക്കൽ ആണ്. അത് ഭഗവാനിലുള്ള പൂർണ്ണമായ കീഴടങ്ങൽ ആണ്, അചഞ്ചലമായ വിശ്വാസമാണ്. ഭഗവാനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. അവിടെ നിങ്ങളുടെ നിശബ്ദത പോലും പ്രാർത്ഥനയാകും. ഏത് പ്രതിസന്ധി വന്നാൽ പോലും ദൈവികമായ കരം എപ്പോഴും അവരെ താങ്ങി നിർത്തിയിരിക്കും. എന്തും വരട്ടെ, ഭഗവാൻ ഉണ്ടല്ലോ എന്ന തോന്നൽ മനസ്സിന് ബലമേറും. ഭഗവാൻ എന്നാൽ വിശ്വാസമല്ല, ഉറപ്പാണ്. നിന്റെ നിഴലായി എന്നിൽ എപ്പോഴും ഉണ്ടാവണേ. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ.